ചേട്ടാ നമുക്ക് മൂകാംബിക പോണ്ടേ. കണ്ടാ, ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. നോക്കിയോ ഹാല്, അച്ഛ ദോശയുടെ മുകളിൽ കയറിക്കണ്. മിന്നു ഹായ്, ഹലോ, വെൽക്കം. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. തുറന്നോ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഈ ഇൻട്രോ പറയുന്നുണ്ട് കേട്ടോ, പക്ഷെ സൗണ്ട് ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മളൊരു സൺഡേ വ്ളോഗായിട്ട് വന്നേക്കാണ് കേട്ടോ. കുറേ നാളായി ഞാൻ സൺഡേസിൽ വ്ളോഗ് ചെയ്തിട്ട് എൻ്റെ ഫോണിൻ്റെ മെമ്മറി നിറഞ്ഞിരിക്കുക. ഇനി അതെനിക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ലാപ്ടോപ്പിലേക്ക് എഡിറ്റ് ചെയ്യൽ ഞാൻ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ കൊടുങ്ങല്ലൂർക്ക് പോകാൻ കേട്ടോ. കുറേ നാളായി കൊടുങ്ങല്ലൂർ പോകണം എന്ന് വിചാരിക്കണേ. പക്ഷേ ഞായറാഴ്ചകളിലെ കാലത്ത് എണീക്കാനുള്ള മടി കാരണം അമ്പലത്തേക്കൊന്നും പോകാൻ സമയം കിട്ടാറില്ല കേട്ടോ. അപ്പം ഞങ്ങൾ കാലത്ത് നമ്മൾ തിരുവണിക്കാവിൽ അമ്മേനൊക്കെ ഒന്ന് തൊഴുതിട്ടാണ് പിന്നെ കൊടുങ്ങല്ലൂർക്ക് പോയത്. അപ്പം ഞങ്ങളൊരു 6:30 ഒക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അമ്പലത്തിൻ്റെ ടൈമിങ്സ് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ എത്തിയിട്ട് കാര്യമില്ല. അവിടെ 8 മണിക്ക് എന്തോ ആണ് നട തുറക്കുള്ളൂ. അപ്പം ഞങ്ങൾ ആ ഒരു സമയം ലക്ഷ്യം വെച്ചിട്ടാണ് കേട്ടോ പോയത്. ഞങ്ങൾ പോയിട്ടും ഞങ്ങൾക്കൊരു 10-15 മിനിറ്റ് ലൈൻ നിൽക്കേണ്ടി വന്നു. അത് വലിയ സീൻ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മുന്നൊരുക്കി പോയപ്പോൾ ഞങ്ങൾക്ക് ഇതിന് 8ൻ്റെ പണി കിട്ടിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ടൈമിങ് നോക്കി പോയത്. അങ്ങനെ ഞങ്ങൾ തിരുവണിക്കാവ് അമ്മേനെയൊക്കെ തൊഴുതിട്ട് കൊടുങ്ങല്ലൂർക്ക് യാത്ര തിരിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾക്കൊരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തിയാൽ മതി എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ പോകുന്നത്. വലിയ ഹറിബറി ഒന്നുമില്ല. അപ്പോൾ അഭിചേട്ടൻ അങ്ങനെ റൂട്ട് മാപ്പൊക്കെ നോക്കി ഹൈവേ വഴിയുള്ള റോഡാണ് ചൂസ് ചെയ്തത്. അന്ന് ഞങ്ങൾ പോണ വഴിയുണ്ടല്ലോ, അടിപൊളിയായിരുന്നു കേട്ടോ. പാടത്തൊക്കെ ഉണ്ടല്ലോ നല്ലോണം മഞ്ഞൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസോട് അടുത്തോണ്ട് ഇങ്ങനെ മഞ്ഞും തണുപ്പൊക്കെ ചെറുതായിട്ടുണ്ട്. അന്ന് വലിയ കാര്യമായിട്ടില്ല, എങ്കിലും ഒരു സുഖമുള്ള ക്ലൈമറ്റാണ് കേട്ടോ. പക്ഷെ ഉച്ചയ്ക്ക് നല്ല വെയിലുണ്ട് കേട്ടോ, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പാടം വഴിയൊക്കെ വരുമ്പോണ്ടല്ലോ നല്ല രസമാണ്. സൂര്യൻ ഉദിച്ച് വരുന്ന കാഴ്ചയും കാണാം, ഇടയിൽ മഞ്ഞ് നിറഞ്ഞ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ ഞങ്ങൾക്ക് 9:30 ആകുമ്പോഴേക്കും തിരിച്ചെത്തിയാൽ നല്ലതായിരുന്നു. ആദിക്ക് മ്യൂസിക് ക്ലാസ്സിന് പോകായിരുന്നു. പക്ഷെ എത്തുമെന്ന് ഞങ്ങൾക്ക് വലിയ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ആമി കാറിൽ കയറിയപ്പോൾ ഉറങ്ങാറുള്ളത് കേട്ടോ. എന്താണാവോ ആൾ ഉണർന്നിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആൾ ഉറങ്ങും. ആൾ കാറിൽ കയറി നമ്മൾ തൃശ്ശൂർ വരെ പോകണമെന്നുള്ളതുണ്ടെങ്കിൽ തൃശ്ശൂർ വരെയാണ് പോകണ്ടെങ്കിലും അവൾ ഉറങ്ങും കേട്ടോ. പാട്ടൊന്നും ഇടാൻ പറ്റില്ല അങ്ങനെ നല്ല വൈബുള്ള പാട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പോയത്. നല്ല ഫീലാണ്. ഞാനിപ്പോൾ ആ പാട്ടിൻ്റെ വോയിസ് ഇതിൽ കുറച്ച് സ്പീഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്പീഡിലല്ല, കുറച്ച് സ്ലോവിലാക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ദേ സൂര്യൻ ഒളിച്ചും മറിഞ്ഞും നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ടായിരുന്നു. പണ്ടൊക്കെ ഇത് ഭയങ്കര അത്ഭുതമാണല്ലേ, വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ സൂര്യനും ചന്ദ്രനൊക്കെ നമ്മുടെ കൂടെ വരുമ്പോൾ ഇതേ കൂടെ വരുന്നത് എവിടെ കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് തപ്പൊന്നും ഒരു കുട്ടിക്കാലം എല്ലാവർക്കും ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനെ ഞങ്ങൾ റെയിൽവേ ക്രോസിൻ്റെ അവിടെ വന്ന് പെട്ടായിരുന്നു കേട്ടോ. ഈ റൂട്ട് അല്ലാണ്ടും വണ്ടി എടുക്കായിരുന്നു. അഭിചേട്ടൻ വളരെ എന്താ പറയുക ബുദ്ധിപരമായി എടുത്ത തീരുമാനം. പക്ഷേ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. പക്ഷേ ഇതൊക്കെ ഒരു രസമല്ലേ, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ട്രെയിനൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നത് കാണുള്ളൂ. ഞാൻ പറഞ്ഞു അഭിചേട്ടൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും, നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ ഒരു ട്രെയിന് ഞങ്ങൾ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ആ വഴിക്ക് പോയത്. എനിക്ക് ട്രെയിൻ കാണുമ്പോൾ അപ്പോൾ മൂകാംബിക പോകണമെന്ന് തോന്നും. ഞാൻ ട്രെയിനിലാണ് മൂകാംബികയിലേക്ക് പോയേക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം പോകാനായിട്ട്. പക്ഷേ എന്താ പറയുക, തന്നെ പോകാൻ പറ്റില്ല. പിന്നെ അമ്മ വിളിക്കണം എന്നൊക്കെയല്ലേ പറയുന്നത്. എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ അഭിചേട്ടനാണെങ്കിൽ കുത്തിവലിച്ച് കൊണ്ടുപോകണം ഭയങ്കര പാടാന്നേ. തന്നെ പോകാനാണെങ്കിൽ വിടൂല. അങ്ങനെ കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാടം എന്തൊരു രസമാണ് കാണാൻ. നല്ല രസമുണ്ട് കാണാൻ. നല്ല പാട്ടും ഈ ഒരു വൈബും അടിപൊളിയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞാൻ എങ്ങനെയത് പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല രസമാണ്, എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ചെറുപ്പത്തിലൊക്കെ കൊടുങ്ങല്ലൂർക്ക് പാപ്പൻ്റെ മേമയുടെ ഒക്കെ കൂടെ പോയിട്ടുണ്ട് കേട്ടോ. അന്ന് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിലാണ് പോയേക്കണേ. എൻ്റെ മുന്നേ പറപ്പിച്ച് വിട് പാപ്പ എന്ന് പറയണോണം അങ്ങനെ സ്പീഡിൽ പോകുന്നൊരു ബസ്സിൽ പോയതാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഞാനും അഭിചേട്ടനും കൂടെ ഇതേപോലത്തെ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങൾ ബൈക്കുമ്പോൾ പോയിട്ടുണ്ട്. അയ്യോ തണുത്തിട്ട് അഭിചേട്ടൻ ലാസ്റ്റ് റെയിൻ കോട്ട് എടുത്തിട്ടു, തണുപ്പ് സഹിക്കാൻ പറ്റാണ്ട്. അങ്ങനെ ദോശയാണോ അത്? അച്ഛൻ ദോശയുടെ മുകളിൽ കയറിക്കണ്. ഫീലിംഗ് പുച്ഛം. ആടടാ
കാലടിക്കരുത്. ഇതാണ് പൊട്ടില്ല അല്ലേ? പൊട്ടോ? അങ്ങനെ ഞങ്ങൾ ദേവീനെയൊക്കെ തൊഴുത്ത് അവിടെ കുറച്ച് നേരം മറ്റേ ചിന്തുപാട്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കേട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടുന്ന് പോന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പോൾ കൊടുങ്ങല്ലൂർ അമ്മയുടെ നടയിൽ ഇങ്ങനെ ഓരോ പ്രോഗ്രാംസൊക്കെ ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഇപ്പം നമ്മുടെ വീരനാട്യക്കാരൊക്കെ കളിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വേഗം വന്നിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ചർച്ച ചെയ്യണേ. ആമിക്ക് മ്യൂസിക് ക്ലാസ്സിൽ പോകണം, അവൾക്ക് അന്ന് കലോത്സവത്തിൻ്റെ പ്രാക്ടീസ് ഉള്ളൊരു സൺഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുവന്നാക്കണം. അപ്പോൾ ആകെ തല പുകഞ്ഞിട്ടായി വരുന്നത്. ആദ്യയുടെ മ്യൂസിക് ക്ലാസ് എന്തായാലും പോയി, കാരണം അവന് 9:30 ആകുമ്പോൾ എത്തണം. ആമിക്ക് 11 മണിയോട് കൂടെ എത്തിയാൽ മതി. അപ്പം അത് മിസ് ചെയ്യരുതെന്ന് വെച്ചിട്ട് വേഗം പോവാന്നാണ് കേട്ടോ ആമി പറയണേ. ഞാൻ ഓൾവേസ് റീലെടുത്തിട്ട് പോവാത് പറഞ്ഞു, പക്ഷേ സമയം ഉണ്ടായിരുന്നില്ല ഗൈസ്. പിന്നെ ഞങ്ങൾ അവിടെ അടുത്തുനിന്നുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് വെജ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. പിന്നെ യാത്ര ഞാൻ പറയാറില്ലേ, എനിക്ക് ഫാമിലി ആയിട്ടൊക്കെ യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റിംഗ് പൊസിഷനാണ് ഇങ്ങനെ കാലൊക്കെ കയറ്റി വെച്ചിട്ട് സുഖമായിട്ടൊക്കെ ഇരിക്കുക. കൂടെ നല്ല പാട്ടാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഈ ഒരു സമയമൊക്കെ ആയി അഭിച്ചാണ്ട് പിന്നെ ഫോൺ കോൾസ് ഉണ്ടാവും, സൺഡേ ആയാലും ഉണ്ടാവും. പിന്നെ നേരത്തെ പോകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ വലിയ കോളുകളൊന്നും ഉണ്ടായിരുന്നില്ല, തിരിച്ച് വരുമ്പോൾ ഫോൺ കോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാട്ടൊക്കെ പാടി വൈബ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നേ. കണ്ടന്റാണ് ഗൈസ്, കണ്ടന്റ്. എന്താ പൊന്നു ചേട്ടാ ഇവിടെ എന്നിട്ട് നടക്കണേ? ഇയാള് പോയാ? എന്തുണ്ടായപ്പോ എന്താ സൗണ്ടല്ലേ ഗൈസ്? ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നു ഗൈസ്. ആമി മ്യൂസിക് ക്ലാസ്സിൽ പോയി, അത് കഴിഞ്ഞ് അവൾക്ക് സ്കൂളിൽ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ ആമി അതിന് പോയി. ആബിച്ചേട്ടനും ആദ്യം കൂടെ ഹെയർ കട്ടിങ്ങിന് പോയേക്കാം. എന്താ ഇവിടെ ഒരു ഹെയർ കട്ടിങ്ങിന് പോയേക്കാം അവർ. അപ്പോൾ ഞാൻ റീലൊക്കെ എടുക്കണം എന്ന് വെച്ചത് ആ ഡ്രസ്സിൽ, പക്ഷെ ഒന്നും എടുത്തില്ല. എടുക്കണം. അച്ഛനും മോനും മാച്ചാലോ ഒന്ന്. അങ്ങനെ ഞായറാഴ്ചകളിൽ വണ്ടി കഴുകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും മോനും ഭയങ്കര ഹരാണ് കേട്ടോ. അവർക്ക് ഞാനും പറയാം കൂട്ടത്തിൽ എൻ്റെ വണ്ടിയും കൂടെ കഴുകി വെക്കാൻ പറയും കേട്ടോ. അവർക്ക് വണ്ടി കഴുകാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആദ്യക്കാണെന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ പഠിക്കാൻ പറയുമല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും പണി പറഞ്ഞാൽ അവൻ സ്കൂട്ടാവാന്നുള്ളതാണ് അവൻ്റെ ഒരു പഠിപ്പിൽ നിന്ന് ഒഴിവാകാനുള്ള ടെക്നിക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ അതെ, രണ്ടുപേരും മാച്ചിങ് ടീഷർട്ടൊക്കെ ഇട്ടിട്ടാണ് കഴുകാൻ നിൽക്കുന്നത്. പിന്നെ സൈഡിൽ കൂടെ എന്നെ ഇടയ്ക്ക് തോട്ടിയിടുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ട് തെളിവ് സഹിതം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ വണ്ടി സർവീസിന് കൊടുത്തിട്ടേ നമ്മൾ എന്തൊക്കെ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ അത് അതുപോലെ തന്നെ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാം വീണ്ടും അത് അവിടെ എന്നെ കൊണ്ടുവന്ന് കൊടുക്കാം, എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ വീണ്ടും അങ്ങോട്ട് തന്നെ കൊണ്ടുവന്ന് കൊടുക്കണം. അപ്പോൾ ചെറിയ സൈലൻസറിൻ്റെ അവിടെ നിന്ന് ഷൂ എന്നൊരു സൗണ്ട്, അതെന്താ അത് അവരുടെ അടുത്ത് പറഞ്ഞിട്ട് അവരത് ക്ലിയർ ചെയ്ത് തന്നിട്ടില്ല. ഇനി അതൊന്നും കൂടി കൊണ്ടുവന്ന് കൊടുക്കണം. വണ്ടി കഴിവൊന്നും വേണ്ട. പിന്നെ പറഞ്ഞേ ചപ്പട്ടയാ കുറ്റം പറയാല്ലേ? അങ്ങനെ കാലത്ത് അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം ഞാൻ ഉച്ചയ്ക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഉണ്ടായിരുന്നു കേട്ടോ. കറി ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു, ചൂടാക്കുക ചെയ്തിട്ടുള്ളൂ.
പിന്നെ എനിക്ക് കുറേ ഫോൺ കോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ചൊരു തിരക്കിൽ പെട്ടു. അതിൻ്റെ ഭാഗമായിട്ടുള്ള കോൾസുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഇത്തിരി സമാധാനമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുണികളൊക്കെ കഴുകാൻ ലേറ്റായി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ചെറുതായിട്ടൊരു വയറുവേദനയും കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് ലേറ്റായി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതെൻ്റെ അമ്മയ്ക്കുള്ള അസുഖമാണ്. അത് ശരിക്കും കറക്റ്റായിട്ട് എനിക്ക് തന്നെ വന്ന് ചേർന്നിട്ടുണ്ട്. ഭയങ്കര പാടാണ്. നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. വയറുവേദന ഇങ്ങനെ പെരുന്നനെ വേദന വരും, ബാക്കിലോട്ടൊക്കെ വേദന വരും. അപ്പോൾ പിന്നെ അത് വെച്ചുകൊണ്ടിരുന്ന വെച്ചാൽ അതും ആന്ന് പറഞ്ഞിട്ട് പണികളെടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ചൊരു സമാധാനമായപ്പോൾ ഞാൻ മെഡിസിനൊക്കെ കഴിച്ചതിന് ശേഷം വന്ന് തുണികളൊക്കെ കുറേ ഉണങ്ങിയെടുക്കാണ്ടായിരുന്നു. കുറേ തുണികൾ തോരിടാണ്ടായിരുന്നു. തോരിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ തൃശ്ശൂരൊക്കെ നനഞ്ഞ തുണി അഴക്കാൻ ഇടുന്നതിനെയാണ് കേട്ടോ പറയുക. അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാൻ കേട്ടോ. സാധാരണ സൺഡേസിൽ ഞാൻ യൂണിഫോമും കാര്യങ്ങളൊക്കെ തേച്ച് വെക്കാറുണ്ട്. പക്ഷേ അന്നത്തെ ദിവസം എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഞാനന്ന് യൂണിഫോം തേച്ചായിരുന്നു. നല്ല കുട്ടിയായിരുന്നു ആ ദിവസം. വയറുവേദനയാണ്. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ നിന്നിട്ടുള്ള പണികൾ ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഒന്ന് തേച്ചായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കണ്ടു ഇത്രയും തുണികൾ എനിക്ക് മടക്കി വെക്കാനുണ്ട്. ഇനി ഞാനതൊക്കെ മടക്കി വെക്കുകയും ചെയ്തായിരുന്നു. അതാ ഞാൻ പറഞ്ഞ ആ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ തുണികളൊക്കെ തോരിട്ടു. ഇപ്പോൾ കാറ്റായതുകൊണ്ടേ ക്ലിപ്പിടാണ്ട് ഒരു വഴിയില്ല. അല്ലെങ്കിൽ അപ്പുറത്തെ പറമ്പിൽ നിന്ന് എനിക്ക് പറക്കെടുക്കേണ്ടി വരും തുണികൾ. അത്രയും കാറ്റാണ് ഇപ്പോൾ ഇവിടെ വീശുന്നത്. നിങ്ങളവിടെയൊക്കെ കാറ്റുണ്ടോ? ഞങ്ങളുടെ ഇവിടെ പറയണേക്കാം, പണ്ട് അച്ഛമ്മയൊക്കെ പറയുന്നതാട്ടോ. ഇപ്പോൾ പാലക്കാടൻ കാറ്റ് ഞങ്ങളുടെ ഈ ഏരിയയിലേക്ക് നന്നായിട്ടുണ്ടാവും. അത് ചുരത്തിൽ നിന്ന് വരുന്ന കാറ്റാന്നൊക്കെ പറയണേക്കാം. അതിൻ്റെ ശരിയായിട്ടുള്ള എന്താണ് കാരണം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ അത് വിൽസേൻ്റെ വീടാണ് കേട്ടോ. അപ്പുറത്തെ ഞാൻ നിങ്ങളെ വീഡിയോയിൽ വിൽസേനൊന്നും കണ്ടിട്ടുണ്ടാവില്ല. എനിക്കൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പുറമേയുള്ള ആൾക്കാർ, ഇപ്പം എൻ്റെ വീട്ടിലത്തെയോ ഇവിടത്തെയോ ആമി, അബ്ചേട്ടൻ, ആദി, പിള്ളേ, ഇവർ ഒഴിച്ച ബാക്കി ആരെങ്കിലും വീഡിയോ എടുക്കുമ്പോൾ അവർ കംഫർട്ടബിൾ ആണോ, ഇനി അവർക്ക് ദേഷ്യം വരുമോ എന്നുള്ളൊരു തോന്നലുണ്ട് എനിക്ക്. അത് ചില ആൾക്കാർ എനിക്കറിയാം. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് അവരിങ്ങോട്ട് പറയും, കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തപ്പോൾ ഞാൻ അനാമീനെ അധികം വീഡിയോസിൽ ഞാൻ പെടുത്തിയില്ല എന്ന് പറഞ്ഞാൽ ഞാനത് കരുതി കൂട്ടി ചെയ്തതല്ല. പക്ഷേ വീഡിയോസ് എഡിറ്റ് ചെയ്യാതിരുന്നപ്പോഴാണ് അയ്യോ അനാമീനെ കുറേ സൈഡിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം ഞങ്ങളൊരു ചെറിയ വൺ ഡേ ട്രിപ്പൊന്നൊന്നല്ല, തൃശ്ശൂർ തന്നെയുള്ള ഏതെങ്കിലും ഒന്ന് സ്ഥലത്തേക്ക് ഇറങ്ങാൻ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ അനാമീനെയൊക്കെ ഒന്നും കൂടി പരിചയപ്പെടുത്തരാം കേട്ടോ. അപ്പോൾ വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ തോംസൺ കാസയിൽ പോയിട്ടോ. അപ്പോൾ അച്ഛൻ്റെ വക ട്രീറ്റ് ആയിരുന്നു ആർക്ക്, അബിക്കും ഗോകുലിനും കൊടുക്കാനായിട്ട്. ഗോകുൽ തിരിച്ചു പോവാണ് കേട്ടോ UK-ലേക്ക്. അപ്പോൾ അവന് വേണ്ടി ഒരു ചെറിയൊരു ട്രീറ്റ് സംഘടിപ്പിച്ചതായിരുന്നു അച്ഛൻ. അങ്ങനെ അച്ഛൻ്റെ വക ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഞാൻ നേരത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, അത്തിപ്പഴം പൂത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ടോ, ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. ഇവിടുത്തെ കുറച്ച് ഫേവറേറ്റ് ഫുഡ് ഉണ്ട്, അതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. വയറുവേദന എടുത്തിട്ട് വയ്യായിരുന്നു. അതാണ് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് ഗൈസ്. പക്ഷേ അവരുടെ മെനുവിലൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ടെന്നേ. ഞാൻ വിചാരിച്ചു പോയ ഫുഡ് അവിടെ ഉണ്ടായിരുന്നില്ല. അവളെന്താ അവിടെ പോയി നിൽക്കണേ? മിന്നു, ഹായ്, ഹലോ, വെൽക്കം. എന്താ ലേറ്റ് ആയേ? അങ്ങോട്ട് കടന്നിരിക്കാതിയ. മാമന്മാരും പിള്ളേരും ഭയങ്കര വൈബാണ് കേട്ടോ. ഞാൻ പൊതുവെ ഒരാൾക്ക് മെസ്സേജ് ചെയ്യലോ ഫോണൊന്നും ചെയ്യാത്ത ഒരാളാണ്. എന്താണെന്ന് അറിഞ്ഞോളൂ, ഞാൻ അങ്ങനത്തെ ഇതിൽ ഞാൻ ബെസ്റ്റല്ല. എന്നിൽ ഞാൻ ഭയങ്കര മോശമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ആൾക്കാരുമായിട്ട് കോണ്ടാക്റ്റ് വെക്കാൻ ഞാൻ ഭയങ്കര മോശമാണ്. പക്ഷേ അതിനുവേണ്ടി മാമന്മാരെ മെസ്സേജ് ചെയ്ത് അവരുടെ അപ്ഡേറ്റൊക്കെ എന്നെ അറിയിക്കുന്നത് ആമിയാണ്. അവളിങ്ങനെ എന്തോരം സമയമില്ലായ്മ ഉണ്ടെങ്കിലും അവൾ അതൊക്കെ ചെയ്യും. ടാബിൽ നിന്ന് മെസ്സേജ് ചെയ്യാൻ അവൾ ഭയങ്കര മിടിക്കുക. അതിപ്പോൾ ഫ്രണ്ട്സായിട്ടായാലും ഒരു കണക്ഷൻ ആമി ഭയങ്കര നന്നായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. പക്ഷെ ആദ്യം നേരെ തിരിച്ചാണ്. ഇനി വലുതാകുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ സ്പെഷ്യൽ ഫുഡുകളൊക്കെയാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കൂന്തൽ ഫ്രൈ, പിന്നെ ഇതൊരു സ്മോക്കി ചിക്കൻ, അങ്ങനെ എന്തോ ഒരു സംഭവമായിരുന്നു. ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ഒരു വേറെ തരം സോസുകളാണ്. ഒരു വൈറ്റ് സോസും ഉണ്ടാവാറുണ്ട്, റെഡ് കളറിൽ. അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്കിഷ്ടമാണ്. പക്ഷെ എനിക്ക് വലിയ രീതിയിൽ ഫുഡ് ആസ്വദിച്ചന്ന് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇഫ ചിക്കനില്ലേ, അവരുടെ ഫ്ലേവർ എന്ന് പറയുമ്പോൾ ഒരു കാന്താരിയുടെ ഫ്ലേവർ വരുന്നുണ്ട്. പക്ഷെ ഷഞ്ജുനിക്കും ഗോകുലിനും അതൊന്നും വലിയ ഇഷ്ടപ്പെട്ടില്ല. അതിനൊരു മടുപ്പ് തോന്നും. പക്ഷേ ഇതിന് കാന്താരി ഫ്ലേവർ ഉള്ളതുകൊണ്ട് എനിക്കത് കഴിച്ചിടത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഫുഡ് കുറച്ച് കൂടുതലായിട്ട് തോന്നിയായിരുന്നു. കാരണം ഞാൻ അവിടെ കഴിച്ചില്ലല്ലോ, അതിൻ്റെ കുറവ് അവിടെ ഉണ്ടായിരുന്നു ഗൈസ്. കുറച്ച് ഫുഡ് ബാക്കി വന്ന പോലെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയേ.
രണ്ടാമത്തെ നമ്മൾ എണ്ണി നോക്കും, ഇല്ലെങ്കിൽ ഓട്ടോ വിളിച്ച് വന്നാൽ മതി. അവിടെ അപ്പൊ മരുന്ന് കഴിക്കല്ലേ. വയറുവേദനയാണ് ഗൈസ്. ഇന്ന് അമ്പലത്തിൽ പോയപ്പോൾ ഫുഡ് കഴിക്കാൻ ഇത്തിരി ലേറ്റായി. എനിക്കിങ്ങനെ ഭക്ഷണം കഴിക്കാൻ ലേറ്റായ ഗ്യാസിൻ്റെ വേദന വരും. ഹായ്, ഇവിടെ എന്തൊരു ലൈറ്റിങ്. എൻ്റെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണാവോ കണ്ട ഈ സൈഡിലൊരു കളർ. ആ കളർ പോയിട്ടില്ല, ഗ്ലാസ് നാളെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് വയറുവേദന ഞാൻ ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ചു. ഞാൻ കുറച്ച് ഭക്ഷണം കഴിച്ചോളൂ. എന്താ പറയുക, എന്തോ ഒരു പഴഞ്ചൊല്ലില്ലേ, മറ്റു കുറ്റങ്ങൾ ഹോട്ടലിൽ ഹോട്ടലിൽ പോകാറില്ല എന്നല്ല കേട്ടാ. അപ്പോൾ ഭക്ഷണം കിട്ടിയപ്പോൾ കഴിക്കാൻ പറ്റിയില്ല. ശരിക്കും ആർക്കും വായിക്കുണ്ടെന്ന് പറഞ്ഞിട്ടൊരു പഴഞ്ചൊല്ലില്ലേ, അതുപോലെ എൻ്റെ അവസ്ഥ. അപ്പം ഞാൻ ഇച്ചിരി ഭക്ഷണം കഴിച്ചോളൂ. അതെ, ഞാൻ സൈക്ലോബാമ മേടിച്ച് കഴിച്ചപ്പോൾ വയറുവേദനയുടെ നാളത്തേക്ക് ഇനി ചോറൊക്കെ ഇറക്കി വെക്കാനും പണികളൊക്കെ ഉണ്ട്. കുറച്ചേരം കിടന്നിട്ട് എണീക്കാൻ വിളിച്ചു. ഞങ്ങളൊക്കെ മടക്കി വെച്ച് മുകളിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ കബറിനുള്ളിൽ എടുത്ത് വയ്ക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഗൈസ് കിടക്കാൻ. നാളത്തേക്കുള്ള വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. എത്ര ദിവസമായിട്ട് കഴിഞ്ഞിട്ടില്ല. അയ്യോ പക്ഷെ നല്ല ദിവസമായിരുന്നു കേട്ടോ. ഗൂഗിൾ അടുത്ത വെച്ച് പോവും. നമ്മളെല്ലാ ദിവസവും വിളിക്കാറും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് പോകുമെന്ന് പറയുമ്പോൾ ഒരു വിഷമം. അങ്ങനെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. ഞങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഫോട്ടോസ് എടുത്തിട്ടില്ല, അവന്മാരും എടുത്തിട്ടില്ല തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്ന് പെട്ട പോലെ ഒരു ടീം ഇരുന്നു, അത് കഴിഞ്ഞ് എണീറ്റ് അടുത്ത ടീം ഇരുന്നു. അപ്പം അച്ഛൻ്റെ അമ്മേനെയൊക്കെ കൂടെ ഇരുത്തി ഫോട്ടോ എടുത്തു. ഇതെനിക്ക് ഗൂഗിള് വാങ്ങിച്ചത് വാച്ചാട്ടാ. അത് വ്ളോഗിൽ പറയാൻ മറന്നുപോയി. ഇത് അവൻ ഗിഫ്റ്റ് ചെയ്ത വാച്ച. നല്ല വാച്ചല്ല, ഞാനിത് കുറേയിൽ കെട്ടിയിട്ടുണ്ട്, പക്ഷെ അത് മനുഷ്യൻ ചെയ്തില്ല തോന്നി. 10 മണിയായി ഗൈസ്. ഇതിൻ്റെ ഗോൾഡൻ കാസിയോൻ്റെ വാച്ച് ഞാൻ ആമസോണിൽ കാർട്ടിലിട്ടിട്ട് കുറേ നാളായി. അതിന് 5000 സംതിങ് വരുന്നുണ്ടാണെന്ന്. എന്തെങ്കിലുമൊക്കെ മേടിക്കാം, ഇത് എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പൈസ വരുമ്പോൾ കുറച്ച് കൂട്ടി മേടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ അത് മേടിക്കലും മാത്രം നടക്കണമെന്നില്ല. എനിക്ക് കാസിയോൻ്റെ വാച്ച് പറഞ്ഞ് കിട്ടി ഗൈസ്. നല്ല വാച്ചാട്ടാ. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കിടക്കട്ടെ, കഴിഞ്ഞിട്ട് എണീറ്റിട്ട് പണിയട്ടെ. പിന്നെ ഇന്നലെ ഞങ്ങൾ ഈ കരം ഫിലിം കണ്ട്. എൻ്റെ പൊന്നെ, നമുക്ക് കാണാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ലേ പടം. പൊട്ടപടം. എന്തിനാണ് വിനീത് ശ്രീനിവാസ് അങ്ങനത്തെ ഒരു പടമൊക്കെ ചെയ്തത്? ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി. ഒരു കഥ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഥയുടെ അങ്ങനെ അതിനു വേണ്ടി ഈ കഥ കൊണ്ടുപോകണ പോലത്തെ ഒരു അവസ്ഥ. അത് പകുതി വെച്ചിട്ട് എനിക്ക് പോയി. അമ്പലത്തിൽ പോകാനുള്ളതുകൊണ്ട് പിന്നെ വേഗം കിടക്കും ചെയ്തു. 10:30 ആകുമ്പോഴേക്കും കിടന്നു. അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ വ്ളോഗൊന്നും എടുത്തില്ല കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.